ഇന്നവേറ്റീവ് PSC ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. LGS രണ്ടാം ഘട്ടം എക്സാം എഴുതുന്നവർക്ക് വേണ്ടി ഒരു റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ മുൻവർഷ LGS ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 10 ക്വസ്റ്റ്യനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണവും നൽകുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ ബി, ചെറുകുടലാണ് ഇതിൻ്റെ ആൻസർ. ഈ ക്വസ്റ്റ്യന് എടുത്തിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ നിന്നാണ്. ആ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള അതിൻ്റെ വിശദീകരണം കൂടെ നമുക്ക് നോക്കാം. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പോഷണത്തിന് 5 ഘട്ടങ്ങളുണ്ട്. 1 ആഹാര സ്വീകരണം, 2 ദഹനം, 3 ആഗിരണം, 4 സ്വാംശീകരണം, 5 വിസർജനം. ആഹാരം സ്വീകരിക്കുന്നത് വായയിലൂടെയാണ്. വായക്കുള്ളിൽ വെച്ച് ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ഈ ആഹാരം എന്ത് ചെയ്യുന്നത്? ആമാശയത്തിലെത്തുന്നത്. ഈ ചലനത്തിനൊരു പേര് പറയുന്നുണ്ട്. അതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അന്നനാളഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ്. അങ്ങനെ ആമാശയത്തിൽ വെച്ചിട്ട് പോഷണത്തിൻ്റെ 2ാമത്തെ ഘട്ടമായ ദഹനം ഭാഗികമായിട്ടാണ് നടക്കുന്നത്. പൂർണ്ണമായിട്ട് നടക്കുന്നില്ല. ആമാശയത്തിൽ വെച്ചിട്ട് പോഷണത്തിൻ്റെ 2ാമത്തെ ഘട്ടമായിട്ടുള്ള ദഹനം ഭാഗികമായിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആമാശയത്തിലെത്തിയ ഈ ആഹാര പദാർത്ഥങ്ങൾ എത്ര മണിക്കൂർ വരെയാണ് ആമാശയത്തിൽ നിൽക്കുക? 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ അത് ആമാശയത്തിൽ തന്നെ നിൽക്കും. അങ്ങനെ ആമാശയഭിത്തിയുടെ തരംഗരൂപത്തിലുള്ള ചലനം മൂലം ആഹാരങ്ങൾ ഒന്നും കൂടെ കുഴമ്പ് രൂപത്തിലാകും. അതുപോലെ തന്നെ ഈ ആമാശയഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഒരു ആമാശയരസം ഉൽപ്പാദിപ്പിക്കും. ഇതെന്ത് ചെയ്യും? ദഹനത്തെ ഒന്നും കൂടെ സുഗമമാക്കും. ഇതിനു പുറമെ ഒരു ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന മാംസത്തിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ വരുന്ന രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഈ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അങ്ങനെ ഭാഗികമായി ദഹിച്ച ആഹാരം പിന്നീട് എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ ചെറുകുടലിലേക്കാണ് പോകുന്നത്. ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ചുരുണ്ട് മടങ്ങി കിടക്കുകയാണെങ്കിലും അതിന് എത്ര നീളമുണ്ട്? 5 മീറ്റർ മുതൽ 6 മീറ്റർ വരെ നീളമുണ്ടെന്നാണ് പറയുന്നത്. പോഷണത്തിൻ്റെ 2ാം ഘട്ടമാണ് ദഹനം എന്ന് പറഞ്ഞു. അത് ആമാശയത്തിലാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. ഈ ആമാശയത്തിൽ ആരംഭിച്ച ദഹനം പൂർത്തിയാകുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നുള്ള പോഷക ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നത്. ചെറുകുടലിൽ എങ്ങനെയാണ് ദഹനം പൂർണ്ണമാകുന്നത്? ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ചിട്ട് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും കൂടി ചേർന്നിട്ടാണ് ദഹനം എന്ത് ചെയ്യുന്നത്? പൂർണ്ണമാക്കുന്നത്. ഈ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ചെറിയ വിരലിൻ്റെ പോലത്തെ കുറേ ചെറിയ സൂക്ഷ്മ ഭാഗങ്ങളുണ്ട്. ഇവയെ പറയുന്ന പേരാണ് വില്ലസുകൾ. ഈ വില്ലസിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷകഘടകങ്ങളൊക്കെ രക്തത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇതാണ് പോഷണത്തിൻ്റെ 3ാമത്തെ ഘട്ടമായ ആഗിരണം എന്ന് പറയുന്നത്. അപ്പോൾ ആഗിരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഈ ശരീരത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യും? ശരീരത്തിൻ്റെ ഒരു ഭാഗമായാണ് മാറുകയാണ്. ഇതിനെ എന്താണ് പറയുന്നത്? അങ്ങനെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നതിനെ പറയുന്ന പേരാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. ഇത് പോഷണത്തിൻ്റെ 4ാമത്തെ ഘട്ടമാണ്. അങ്ങനെ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും? വൻകുടലിലേക്ക് നീങ്ങും. വൻകുടലിൽ വെച്ച് ദഹനാവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളൊക്കെ എന്ത് ചെയ്യും? ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടും.
അങ്ങനെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മലദ്വാരത്തിലൂടെ പുറന്തള്ളും. ഈ പുറന്തള്ളലിന് പറയുന്ന പേരാണ് വിസർജനം. ഇത് പോഷണത്തിൻ്റെ 5ാമത്തെ ഘട്ടം. അങ്ങനെ 5 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞ് ഇതിൽ ഇതാണ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ നിശാന്തതയാണ് ജീവകം എയുടെ അപര്യാപ്തത മൂലമുള്ള രോഗം. നേത്രഗോളത്തിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. ഈ നിശാന്തതയ്ക്ക് കാരണം ജീവകം എയുടെ അപര്യാപ്തതയാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്ന അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്ന അവസ്ഥ. ലോകത്തിലാദ്യമായിട്ട് തിമിര ശസ്ത്രക്രിയ നടത്തിയത് സുശ്രുതനാണ്. അതുപോലെ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് പറയുന്നത്. ഈ വർണ്ണാന്ധതയ്ക്ക് വേറൊരു പേരാണ് ഡാൾട്ടനിസം എന്ന് പറയുന്നത്. വർണ്ണാന്ധതയുള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ചുവപ്പും പച്ചയുമാണ് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വർണ്ണങ്ങൾ. ഇതിന് ഡാൾട്ടനിസം എന്ന് പേര് വരാൻ കാരണം ഈ വർണ്ണാന്ധത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? ഈ വർണ്ണാന്ധത ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡാൾട്ടനിസം എന്ന പേര് വർണ്ണാന്ധതയ്ക്ക് വന്നിട്ടുള്ളത്. അതുപോലെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്, അഥവാ മയോപ്പിയ. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം വർദ്ധിക്കുകയാണ്. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണിത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ഇതിന് ഹൈപ്പർ മെട്രോപ്പിയ എന്നും അറിയപ്പെടും. ദീർഘദൃഷ്ടിക്ക് കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നതാണ്. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. എന്നാൽ കണ്ണിലെ പേശികളുടെ സമന്വിത ചലനം സാധ്യമാകാത്ത അവസ്ഥയാണ് കോങ്കണ്ണ് എന്ന് പറയുന്നത്. നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. അതുപോലെ പ്രായം കൂടുമ്പോഴേ കണ്ണിൻ്റെ ഇലാസ്തികത കുറഞ്ഞു വരുന്ന അവസ്ഥയ്ക്കാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. കൃഷ്ണമണി ഈർപ്പരഹിതവും അധാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. ഈ സിറോഫ്താൽമിയയും എന്തിൻ്റെ അഭാവം മൂലമാണ്? ജീവകം എയുടെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാവുന്ന അസുഖം തന്നെയാണ് സിറോഫ്താൽമിയയും നിശാന്തതയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സങ്കര ഇനം തക്കാളി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് സങ്കര ഇനം തക്കാളി? ഓപ്ഷൻ ഡി മുക്തിയാണ് സങ്കര ഇനം തക്കാളി. നമുക്ക് കുറച്ച് സങ്കര ഇനങ്ങൾ നോക്കാം. വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് അനാമിക, കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ. നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ജയ എന്നിവ. വഴുതനങ്ങയുടേതാണ് ഹരിത, സൂര്യ, ശ്വേത, നീലിമ എന്നിവ. തക്കാളിയാണ് മുക്തി, ശക്തി, അനഘ, അക്ഷയ. മുളകാണ് ജ്വാലമുഖി, ഉജ്ജ്വല, അനുഗ്രഹ. പാവയ്ക്കാണ് പ്രിയ, പ്രിയങ്ക, പ്രീതി, അർക്കഹരിത്. എള്ളാണ് തിലോത്തമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ബി തെന്മലയാണ്. തെന്മല കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായ കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഈ സൈലന്റ് വാലി എന്ന് പറയുന്ന ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്:
പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകമാണ് ഓക്സിജന്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള മൂലകവും ഓക്സിജൻ തന്നെയാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷ വായുവിലാണെങ്കിലോ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ആണ്. പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് സസ്യങ്ങൾ സ്വീകരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും പുറത്തുവിടുന്നത് ഓക്സിജനുമാണ്. മനുഷ്യന് സ്വീകരിക്കുന്നത് ഓക്സിജന്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ കോവാക്സിൻ ആണ്. സ്പുട്നിക് വാക്സിന് റഷ്യയുടേതാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ എന്നും ഫൈസറും അമേരിക്കയുടെ കോവിഡ് വാക്സിനാണ്. ഇന്ത്യയുടെ കോവിഡ് വാക്സിനുകളാണ് കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നിപ്പ രോഗത്തിന് കാരണമായ ജീവിയാണ് ഏതാണ്? ഓപ്ഷൻ സി വൈറസുകളാണ്. ബാക്ടീരിയ രോഗങ്ങളാണ് മെനിഞ്ചൈറ്റിസ്, സിഫിലിസ്, ആന്ത്രാക്സ്, ട്രക്കോമ, ഡിഫ്തീരിയ, ക്ഷയം, ടൈഫോയിഡ്, വില്ലൻ ചുമ, എലിപ്പനി, ന്യൂമോണിയ, പ്ലേഗ്, കോളറ, കുഷ്ഠം. ഇത് ഓർത്തിരിക്കാനൊരു കോഡുണ്ട്. പ്രത്യേകിച്ച് ലോജിക്കുള്ള കോഡൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ കോഡ്. മെസ്സി ആന്ധ്രയിലേക്ക് ട്രക്ക് ഓടിച്ച് ക്ഷമയോടെ പോകുമ്പോൾ ടൈ കെട്ടിയ വില്ലൻ എലി ന്യൂ ബോട്ടിൽ പോകുന്നത് കണ്ടു. അവൻ പറഞ്ഞു, നിന്റെ പ്ലേ കൊള്ളാം, പക്ഷേ പിടിവിട്ടു, കഷ്ടം. ഇതിൻ്റെ ഓർഡറിലാണ് ബാക്ടീരിയ രോഗങ്ങളെ നമ്മൾ എഴുതിയിട്ടുള്ളത്. മെസ്സി പറഞ്ഞതിൽ മെനിഞ്ചൈറ്റിസും ഉണ്ട്, സിഫിലിസും ഉണ്ട്. ആന്ധ്രയിലേക്ക് പറയുമ്പോൾ ആന്ത്രാക്സ്, ട്രക്ക്, ട്രക്കോമ, ഓടിച്ചിൽ, ഡിഫ്തീരിയ, ക്ഷയം, പിന്നെ ടൈ കെട്ടിയ ടൈഫോയിഡ്, വില്ലൻ ചുമ, എലിപ്പനി, ന്യൂ ബോട്ടിൽ, ന്യൂമോണിയ, പ്ലേഗ്, കൊള്ളാം, കോളറ, കഷ്ടം, കുഷ്ഠം. വൈറസ് രോഗങ്ങളാണ് പക്ഷിപ്പനി, പന്നിപ്പനി, ഡെങ്കിപ്പനി, മുണ്ടിനീര്, അഞ്ചാം പനി, ജലദോഷം, ജപ്പാൻ ജ്വരം, വസൂരി, പോളിയോ, പേവിഷബാധ, എയ്ഡ്സ്, മംസ്, സാർസ്. ഇതിനൊരു ചെറിയ കോഡുണ്ട് കേട്ടോ. പക്ഷി, പന്നി, 2 ചിക്കൻ, ഡെങ്കി, മുണ്ടി, 5 ജപ്പാൻ, വസു, പോളി, പെയ്ഡ്, മഞ്ഞസാർ. പക്ഷിപ്പനിയുടെ H5N1 ആണ്. പന്നിപ്പനി H1N1 ആണ്. 2 ചിക്കൻ ബോക്സും ചിക്കൻ ഗുനിയും ഉണ്ട്. ഡെങ്കി മുണ്ടിനീര്, അഞ്ചാം പനി 5, ജലദോഷം, ജപ്പാൻ ജ്വരം, വസൂരി, പോളിയോ, പേവിഷബാധ, എയ്ഡ്സ്, മഞ്ഞസാറിൽ മഞ്ഞ, മംസ്, സാർസ്. പ്രോട്ടോസോവ പരത്തുന്ന രോഗങ്ങളാണ് മലമ്പനി, മന്ത്, വയറുകടി. ഫംഗസ് പരത്തുന്ന രോഗങ്ങളാണ് അത്ലസ് ഫൂട്ട്, റിംഗ് വേം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതിയാണ്? ഓപ്ഷൻ സി വികിരണം. താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. എന്നാൽ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപപ്രേഷണം നടക്കുന്നത്. ഈ രീതിക്ക് പറയുന്ന പേര് സംവഹനം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ
ലഭിക്കുന്ന വാതകം ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ഹൈഡ്രജൻ ആണ് ആൻസർ. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയത് ഹെയ്സൺബർഗ് ആണ്. ജലവും പൊട്ടാസ്യവുമായുള്ള പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകവും ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലുമുള്ള പൊതുഘടകം ഏതെന്ന് ചോദിച്ചാലും അതും ഹൈഡ്രജൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുന്നത്? ഓപ്ഷൻ ബി 30 ഡിഗ്രി കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് പ്രതിബിംബം ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ്? ഓപ്ഷൻ എ ആർക്കിമിഡീസ്. താങ്ക് യു.